എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നീലി ചിടിയ എന്നുള്ള പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണെന്ന്? ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ അല്ലേ, അതാണ് ഒന്നാമത്തെ ചോദ്യം. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി, ക്യോം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ക്യോം എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ അർത്ഥം എന്തുകൊണ്ട് എന്നാണ്. ചിപ്കർ ഗാത്തി ഹെ എന്ന് വെച്ചാൽ ഒളിച്ചിട്ട് പാട്ട് പാടുക. അപ്പോൾ ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ എന്തുകൊണ്ടാണ് ഒളിച്ചിരുന്നിട്ട് പാട്ട് പാടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് പക്ഷികൾ ഒളിച്ചിരുന്ന് പാട്ട് പാടുന്നത്? क्योंकि वह खुद को शिकारियों से बचाना चाहती है അല്ലേ. क्योंकि എന്തുകൊണ്ടെന്നാൽ വഹ് അത് എന്ത് ചെയ്യുന്നു, ഖുദ്കോ എന്ന് വെച്ചാൽ സ്വയം, ശിക്കാരിയും എന്ന് വെച്ചാൽ വേട്ടക്കാരനാണ് ശിക്കാരി എന്ന് പറയുന്നത്. ഓക്കെ, വേട്ടക്കാരിൽ നിന്നും ബച്ചാന ചാത്തേ ഹെ അല്ലേ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ക്യോങ്കി വഹ് ഖുദ് കോ ശിക്കാരിയും സെ ബച്ചാന ചാത്തേ ഹെ, അത് സ്വയം വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഒളിച്ചിരുന്നിട്ട് പാട്ട് പാടുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया क्यों അല്ലേ. ലാക്ക് ബുലാവും അല്ലേ, നമ്മളെ വരികളുണ്ടല്ലേ, നമ്മളുടെ പാട്ടിലുള്ള വരികളാണ്. ലാക്ക് ബുലാവും ലക്ഷം തവണ വിളിച്ചാലും, ലേക്കിൻ പക്ഷേ, മേരെ പാസ് ന ആനേ വാലി ചിടിയ എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ക്യോം എന്നാണ് ചോദിക്കുന്നത്. ക്യോങ്കി ചിടിയ इंसान से बहुत डरता है इसलिए पास नहीं आती. क्योंकि എന്തുകൊണ്ടെന്നാൽ ചിടിയ പക്ഷി, ഇൻസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്, ബഹുത്ത് ഡർത്താ ഹെ അല്ലേ വളരെയധികം പേടിക്കുന്നു അല്ലേ. ഡർന എന്ന് വെച്ചാൽ പേടിക്കുക, ഡർത്താ ഹെ എന്ന് വെച്ചാൽ പേടിക്കുന്നു. ഇസ്ലിയെ അതുകൊണ്ട്, പാസ് നെഹി അടുത്തേക്ക്, നെഹി ആത്തി അല്ലേ വരുന്നില്ല, പാസ് നെഹി ആത്തി അടുത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായേ. നമൂന എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചകങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് ചിത്രങ്ങളും കുറച്ച് വാക്കുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തേത് എന്താ? ചിപ്കർ ഗാന അല്ലേ, ഒളിച്ചിരുന്ന് പാട്ട് പാടുക. പാസ് ന ആന അടുത്ത് വരാതിരിക്കുക. ജഡ് ഉഡ് ജാന പെട്ടെന്ന് തന്നെ പറന്നു പോവുക. ദാന ഖാന അല്ലേ ധാന്യങ്ങൾ കഴിക്കുക. ഇതൊക്കെ വെച്ചിട്ട് എന്താണ്, കുറച്ച് വാക്യങ്ങൾ നിങ്ങളോട് തന്നെ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വരും, എന്തൊക്കെ വാക്യങ്ങൾ? ഫസ്റ്റത്തെ വാക്യം നമുക്കൊന്ന് തന്നിട്ടുണ്ട് അല്ലേ. ചിടിയ എന്താ, ചിപ്കർ ഗാത്തി ഹെ. ഒന്നാമത്തെ ചിപ്കർ ഗാന എന്നുള്ളതിനെ കുറിച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ചിടിയ ചിപ്കർ ഗാത്തി ഹെ, പക്ഷികൾ ഒളിച്ചിരുന്നിട്ട് പാട്ടുപാടുന്നു. രണ്ടാമത്തേത് എന്ത് വരും? ചിടിയ പാസ് നെഹി ആത്തി അല്ലേ, ചിടിയ പക്ഷികൾ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളത് രണ്ടാമത്തേത് വരും. പാസിന ആന എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കാക്കാം. ഇനി ജഡ് ഉഡ് ജാനയെ കുറിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ചിടിയ ജഡ് ഉഡ് ജാത്തി ഹെ, പക്ഷികൾ പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു. ഇനി മൂന്നാമത്തേത് ദാന ഖാന എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താക്കാം? അപ്പോൾ ചിടിയ ദാന ഖാത്ത ഹെ എന്ന് നമുക്ക് വാക്ക് ആക്കി മാറ്റാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? സമാൻ അർത്ഥ ഢൂണ്ഠേ ഓർ പത്തേ പൂരെ കരെ അല്ലേ, പത്തേ ഭരെ അല്ലേ. കുറച്ച് ഇലകളിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ സമാന അർത്ഥം വരുന്ന പദങ്ങൾ കവിതയിൽ നിന്നും എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൽദി ഒന്നാമത്തെ വാക്കാണ് എന്ത്? ജൽദി എന്ന വാക്കിൻ്റെ വേർഡ് എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത് കവിതയിൽ? ജൽദിയുള്ള വാക്കിന് ജഡ് എന്നുള്ള വേർഡാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പങ്ക് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ചിറക് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ പങ്കിന് അനുയോജ്യമായിട്ട് ഏതാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? പറ് എന്നാണ് അല്ലേ. പറ് എന്ന് വെച്ചാൽ പറ് ഫടുക്കാക്കർ അല്ലേ, ചിറകടിച്ചിട്ട് പറന്നു പോകുന്ന പക്ഷി എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അടുത്ത വേർഡാണ് എന്ത്? ഡാലി അല്ലേ. ഡാലിയും എന്താ കവിതയിലുള്ള വേർഡ് തന്നെയാണ്. ഡാലി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം?
മരച്ചില്ല എന്നാണ് അർത്ഥം. അതിന് സമാനമായ പദം ഏതാണ്? ഫുനുഗി അല്ലേ? ഇസ് ഫുനുഗി സെ ഉസ് ഫുനുഗി പർ അല്ലേ? ഉടുക്കർ ജാനേവാലി ചിടിയ അല്ലേ? അത് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഫുനുഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലി എന്ന് വെച്ചാൽ മരച്ചില്ല എന്നാണ് അർത്ഥം. അടുത്ത വേർഡ് എന്താണ്? പക്ഷി. ഈസിയാണ് അല്ലേ? പക്ഷിക്ക് എന്താണ് അല്ലേ? ചിടിയ എന്ന് പറഞ്ഞാലും പക്ഷി എന്ന് പറഞ്ഞാലും പക്ഷി എന്നാണ് അർത്ഥം. അടുത്തതാണ് ഇത് പങ്ക്തിയാം ഡൂണ്ടേ ലിഗെ അല്ലേ? വരികൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. അതാണ് ആദ്യത്തെ വരി. ചിടിയ പക്ഷി ഏക് ഡാലി സെ ഒരു മരക്കൊമ്പിൽ നിന്നും ദൂസരി ഡാലി പർ മറ്റൊരു മരക്കൊമ്പിലേക്ക് ഉഡ് ജാത്തി ഹെ പറന്നു പോകുന്നു എന്ന് അർത്ഥം വരുന്ന സമാന അർത്ഥം വരുന്ന വരികൾ നിങ്ങളോട് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ആ വരി? ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ എന്ന് വരുന്ന അർത്ഥം വരുന്നതാണ് എന്ത്? ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ജാനേ വാലി ചിടിയ അല്ലേ? ഒന്നാമത്തെ വരി അല്ലേ? ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് പറന്ന് പോകുന്ന ചിടിയ എന്നുള്ളത് അതാണ് അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉസ് ഡാലി പർ ഉഡ് ജാനേ വാലി ചിടിയ. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ എന്താണ്? ചിടിയ ലോഗോं के पास नहीं आती है. പക്ഷി ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ആശയം വരുന്ന വരികൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? പറഞ്ഞതിൻ്റെ തൊട്ട് താഴെയുള്ള വരികളാണല്ലേ? ലാക്ക് ബുലാവും മേരി ലെക്കിൻ മേരെ പാസന ആനേ വാലി ചിടിയ അല്ലേ? ലക്ഷം തവണ വിളിച്ചാലും എൻ്റെ അടുത്ത് വരാത്ത പക്ഷി അല്ലേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിടിയ പത്തോമേ ചിപ്കർ ഗാത്തി ഹെ അല്ലേ? പക്ഷി എന്താ ഇലകൾക്കിടയിൽ ഒളിച്ചിട്ട് പാട്ട് പാടുന്നു എന്നർത്ഥം വരുന്ന വരികൾ കണ്ടെത്താനാണ് പറയുന്നത്. ഏതായിരിക്കും അത്? ഇതെവിടെയുണ്ടല്ലേ? ഇന് പത്തോമേ ചിപ്കർ ഗാനേ വാലി ചിടിയ. ആ ഇലകളിലും ഈ ഇലകളിലും ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന പക്ഷി. ലാസ്റ്റ് എത്തത് ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. പക്ഷി ധാന്യങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു എന്നർത്ഥം വരുന്ന വരികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഏതാണത്? ദാന ഖാക്കർ पर ഫടുക്കാക്കർ ജഡ് ഉഡ് ജാനേ വാലി ചിടിയ അല്ലേ? ദാന ഖാക്കർ ധാന്യങ്ങൾ കഴിച്ചിട്ട് पर ഫടുക്കാക്കർ ചിറകടിച്ചിട്ട് ജഡ് ഉഡ് ജാനേ വാലി ചിടിയ പെട്ടെന്ന് തന്നെ പറന്നു പോകുന്ന പക്ഷി എന്നാണ് അർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് കവിതാസെ ചുൻകർ ലിഗെ അല്ലേ? കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഉടനെ വാലി. അപ്പോൾ ഉടനെ വാലി പോലെ വാലി വരുന്ന ശബ്ദങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അടുത്ത എന്ത് എഴുതാം? ആനേ വാലി അല്ലേ? ആനേ വാലി എഴുതാം. മൂന്നാമതായിട്ട് ഗാനേ വാലി, പിന്നെയോ ഫടുക്കാനേ വാലി, പിന്നെ ജാനേ വാലി, ഉത്തർനേ വാലി. ഇതൊക്കെ നമുക്ക് എഴുതാവുന്ന വാക്കുകളാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊപ്പർക്കെ നമൂനയ്ക്ക് അനുസാർ ശബ്ദ ബനായ് അല്ലേ? മുകളിലുണ്ടാക്കിയിട്ടുള്ളത് പോലെ തന്നെ താഴെയുള്ള കുറച്ച് വാക്ക് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് പുതിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശബ്ദങ്ങൾ? പി, ദേക്ക്, ബീഗ്, കർ. പി എന്ന് വെച്ചാൽ കുടിക്കുക, ദേക്കിനാന്ന് വെച്ചാൽ കാണുക, ബീഗ് എന്ന് വെച്ചാൽ മുഴുകുക, കർ എന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ പി വെച്ചിട്ട് എന്ത് എഴുതാം? പീനെ വാലി എന്ന് എഴുതാം അല്ലേ? പീനെ വാലി. പിന്നെ ദേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? ദേക്കിനെ വാലി. പിന്നെ ബീഗ് വെച്ചിട്ട് ബീഗിനെ വാലി. കർ വെച്ചിട്ട് എന്ത് എഴുതാം? കർനെ വാലി. ഇത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇനി അടുത്ത എന്താണ്? പങ്ക്തിയാ ജോഡോ അല്ലേ? പങ്ക്തികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നീലെ ആസമാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ അല്ലേ? നീലാകാശത്തിൽ നിന്ന് വന്നിട്ടുള്ള നീല കളറുള്ള വിചിത്രമായ പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ അല്ലേ? പറന്നുകൊണ്ട് പറക്കുന്ന പക്ഷി, പറന്നുകൊണ്ട് പറക്കുന്ന പക്ഷി, പാടുന്ന പക്ഷി, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി അല്ലേ?
അതുപോലെ ഇവിടെ കുറച്ച് വാക്ക് ഗോംസല ബനാന പാനി പീന ബാരിഷ് മേ ബീന പ്യാർ കർണ ഇത് വെച്ചിട്ട് എന്താ വരികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു 4 വരി ഉണ്ടാക്കാൻ ശ്രമിക്കുക.